അങ്ങനെ ട്രംപ് 18 അടവും പയറ്റിയിട്ടും തുറക്കാത്ത ഹോർമൂസ് ഇറാൻ സ്വമേധയാ തുറന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. 21 വരെ നിലനിൽക്കുന്ന സീസ് ഫയർ ഉണ്ട്. ആ സീസ് ഫയറിന്റെ ഇടയ്ക്കുള്ള കാലയളവിൽ ഹോർമൂസ് പൂർണ്ണമായും തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇറാന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നെഗോസിയേഷൻ ടേബിളിലോട്ട് പോയി, പലതരത്തിലുള്ള ചർച്ചകളിലോട്ട് പോയി. അതേപോലെ തന്നെ ഇറാന്റെ ഈ ഹോർമൂസിന് ചുറ്റും അമേരിക്കൻ ഡിസ്ട്രോയേഴ്സും അതേപോലെ തന്നെ അമേരിക്കൻ പടക്കപ്പലുകളെയും കൊണ്ട് നിരത്തി വെച്ചിട്ട് ഇറാനെ വീർപ്പ് മുട്ടിക്കുന്നു, ഇറാനെ ഉപരോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ ചെയ്തോ? ഇതൊക്കെ ആര് ബോധേടാവുന്നു? ഞങ്ങൾക്ക് തോന്നുമ്പോൾ തുറക്കും, തോന്നുമ്പോൾ അടക്കും. ഇതാണ് ഇറാൻ എടുത്ത നിലപാട്. അപ്പൊ അതില് ഇപ്പൊ ഒരു 21 വരെ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു. 21 ശേഷം അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞേക്കുന്നത്. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ ലെബനോൻ അറ്റാക്ക് അതും ഒരു സീസ് ഫയറിലേക്ക് വന്നതും ഈ ഹോർമൂസ് തുറക്കാനുള്ള ഒരു കാരണമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തരത്തിലും ഡിപ്ലോമാറ്റിക്കലി പോലും ശക്തിയില്ലാത്ത ഒരു രാജ്യത്തിനെ അതിനെ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ അതിനെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് ഇറാൻ മാറി. ഓൾറെഡി തലയിൽ ബോംബുകൾ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, പല തരത്തിലുള്ള ഉപരോധങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യം വേറൊരു രാജ്യത്തിന് വേണ്ടിയിട്ടും കൂടെ നിലപാടെടുക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിൽ കാണണം. സ്ട്രാറ്റജിക്കൽ അലേ ആയിരിക്കും, സഖ്യകക്ഷി ആയിരിക്കും, ഹിസ്ബുള്ള പോലെയുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടെ എങ്ങനെയാണ് അലൈസിനെ കൂടെ പിടിക്കുന്നത് അല്ലെങ്കിൽ അലൈസിനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കി കാണണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് UAEക്കും അതേപോലെ തന്നെ സൗദിക്കും ബഹ്റൈനൊക്കെ പറ്റെന്നോ ചോദിച്ചു കഴിഞ്ഞാല് US ഒരു വലിയ അലയായിട്ട് വരികയും അവരുടെ ബേസുകൾ അവിടെ തുറക്കുകയും ചെയ്തു. ഇത് തുറന്നു എന്ന ഒരു തെറ്റ് ഇത് മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. അതോടുകൂടെ എന്തായി, US ഇറാൻ അറ്റാക്ക് ചെയ്തപ്പോൾ ഇറാൻ ഈ രാജ്യങ്ങളെ പോയി അറ്റാക്ക് ചെയ്തു. അപ്പോ US യഥാർത്ഥത്തില് നമുക്ക് ഗുണമാണോ ചെയ്യുന്നത്, ദോഷമാണോ ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവരുടെ മുന്നിൽ ഉണ്ടായി എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പോ ഇതിനെല്ലാം ഒരു ഉത്തരം നൽകുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തത് റോങ് ആണ് എന്നുള്ള ഒരു ആൻസർ കൊടുക്കുന്ന പോലെയാണ് ഇപ്പൊ ഈ ഹോർമൂസ് തുറന്നതിലുള്ള കാര്യം എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. പക്ഷേ ഇതിനെ മിക്കവാറും തുരങ്കം വെക്കും. ഇത് മുന്നോട്ട് പോവാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന വെടിനിർത്തൽ എന്ന് പറയുന്നത് ലെബനോനുമായിട്ടുള്ള വെടിനിർത്തൽ എന്ന് പറയുന്നത് അത് നീണ്ടു നിൽക്കുന്ന ഒന്നല്ല. ഞങ്ങൾ ഈ പറയുന്ന ലെബനോനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. അതേപോലെ തന്നെ ലെബനോന്റെ ഈ പറയുന്ന ഹിസ്ബുള്ളന്റെ ആയുധശേഷിനെയും അതേപോലെ തന്നെ ഡ്രോൺ ശേഷിനെയും മിസൈൽ ശേഷിനെയൊക്കെ ഞങ്ങൾ ഇല്ലാണ്ടാക്കും. ഇതിന് ഞങ്ങളുടെ കൂടെ അമേരിക്ക ഉണ്ട്, അമേരിക്കക്ക് ഞങ്ങൾക്ക് ഒരേ നിലപാടും ഒരേ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു സീസ് ഫയറും വെച്ച് അതിലൊരു ചർച്ചയും വെച്ച് അമേരിക്ക മൂടം തട്ടി പോകുമ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും വരും ഇസ്രായേലിന്റെ ആയുധങ്ങൾ എടുത്തിട്ട് ലെബനോണിലും ഗസയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എഗെയിൻ ഇറാൻ പോയിട്ട് ഹോർമൂസ് അടക്കുകയും ചെയ്തു. അതായത് അപ്പുറത്ത് പോയി മറ്റവനെ തോണ്ടി കഴിഞ്ഞാൽ ഇവൻ ഇപ്പുറത്തൂടെ വന്നിട്ട് ഇവിടെ അടക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലോട്ടാണ് ഈ ഒരു പ്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ കൂടെ 21 വരെ ഈ ഹോർമൂസ് തുറന്നു എങ്കിൽ കൂടെ ട്രംപ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ പറയുന്ന ഇറാനെതിരെയുള്ള നാവിക ഉപരോധം തുടരുമെന്നും കൂടെ പറയുന്നുണ്ട്. നാവിക ഉപരോധം തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത്ര സ്മൂത്ത് ഒന്നും ആയിരിക്കത്തില്ല. കാരണം അതുവഴി വരുന്ന കപ്പലുകളെല്ലാം US മോണിറ്റർ ചെയ്യും, US ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യും എന്നുള്ളതും കൂടെ അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ അടച്ചത് ഞങ്ങൾ തുറന്നു, അമേരിക്കയാണ് ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അമേരിക്കയുടെ ഉപരോധം കാരണമാണ് നിങ്ങൾ വീണ്ടും സ്ട്രഗിൾ ആവാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഇവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ വരുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇറാനിലേക്ക് പോകുന്നതും ഇറാനിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള കപ്പലുകളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതും അവർക്ക് അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറാനിലേക്ക് പോകുന്നതും ഇറാനിൽ നിന്ന് വരുന്നതും ഏറ്റവും കൂടുതൽ ചൈനയുടെ കപ്പലുകളാണ്. പക്ഷെ ചൈനയുടെ കപ്പലുകളെ തൊടാൻ US അതേപോലെ തന്നെ ട്രംപും ഒരു ഇച്ചിരി മടിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ട്രംപ് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹോർമൂസ് തുറന്ന
ഇറാൻ ഹോർമൂസ് തുറന്നിട്ടുണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റും പുള്ളി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പുള്ളിയെ ഉപദേശിച്ചാണ് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് അടിയായിരിക്കും എന്നുള്ളത്. എവിടെ കേൾക്കാൻ? അവസാനം നെതന്യാഹുവിന്റെ വാക്കും കേട്ട് ഈ പകുതി കുക്ക് ചെയ്തിട്ടുള്ള ഈ സാധനം കൊണ്ട് നേരെ ഇറാനിലോട്ട് പോവുകയും നല്ല അടി കിട്ടിയിരിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന US കപ്പലുകളിൽ ഉള്ള അതിലുള്ള പട്ടാളക്കാർക്ക് ഫുഡ് കിട്ടുന്നില്ല, അവര് പട്ടിണിയിലാണെന്ന് പറയുന്ന റിപ്പോർട്ടും കൂടെ അതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് റേഷൻ ഏർപ്പെടുത്തിയെന്നും കൂടെ അതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു ലെവലിലോട്ടാണ്. ആകെ അടിമുടി കയ്യിന്ന് പോയി ആകെ ഒരു അവസ്ഥ. ഇതൊന്ന് പ്ലാൻ ചെയ്യാനോ ഒന്നിനുള്ള സമയമോ ഒന്നും ഇല്ലാണ്ട് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് എടുത്ത് ചാടി അങ്ങ് പോയി ഇപ്പൊ അങ്ങ് പെട്ടു എന്നുള്ളതാണ് അവസ്ഥ. അപ്പോ അവസാനം നമ്മളടക്കം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് കിട്ടാത്ത രീതിയിൽ. ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ചായക്ക് 15 രൂപേന്റെ മേലെ കൊടുക്കണം, ഒരു കോഫിക്കാണെന്നുണ്ടെങ്കിൽ 25 രൂപയായി. അതേപോലെ തന്നെ വിഭവങ്ങളില്ല, ഇങ്ങനെ ഒരു പൊറാട്ട പോലും ചില കടകളിൽ കിട്ടാനില്ല. ആ അവസ്ഥയിലോട്ട് നമ്മൾ പോയി എന്നുള്ളതാണ്. അപ്പൊ നമുക്കടക്കം ആശ്വാസം ഉണ്ടാവുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ ഇറാൻ പറഞ്ഞേക്കുന്നത്, ഈ 21-ാം തീയതി വരെ ഹോർമൂസ് ഫ്രീ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് വേണ്ട ഈ പാചകവാദം LNG ഒക്കെ കിട്ടുമെന്നും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ടോട്ടൽ ഗെയിമിന്റെ കൺട്രോൾ, അതിന്റെ കടിഞ്ഞാൻ ഇപ്പോഴും കയ്യിൽ വെച്ചേക്കുന്നത് ഇറാൻ ആണ് എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.